അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പേര് കുറേ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോം ടൂർ ചെയ്യണം, അതുപോലെ തന്നെ റൂം ടൂർ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മളിങ്ങനെ നമുക്ക് എന്താ എങ്ങനെ ഇപ്പം അത് പറയാം. ആക്ച്വലി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ശരിക്കും നല്ല ആഗ്രഹമുണ്ട്. വീഡിയോ ഒക്കെ ചെയ്യണം, ഇങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എന്തോ ചില സമയത്ത് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര ബിസിയാണ്. ആക്ച്വലി ഞാൻ അത്ര ബിസിയൊന്നുമല്ല, എസ്പെഷ്യലി ടു മൈ ഫ്രണ്ട്സ്. നിങ്ങളോട് കൂടിയാണ് പറയാനുള്ളത്. അതായത് ചില സമയത്ത് ഇങ്ങനെ ഒരു ദിവസം പുറത്തുപോലും ഇറങ്ങാണ്ട് ഇരിക്കുന്ന ദിവസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ പോലും വരാത്ത ദിവസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ചാറ്റ് പോലും വരാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് എനിക്ക് തോന്നണു എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. നമ്മളിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പരിപാടി അത് ഇത് ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോവുക ഈ പരിപാടിയൊക്കെയാണ്. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ കൊച്ചിയിൽ തിരിച്ചെത്തിയെന്ന് പോലും കുറേ പേർക്ക് അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അപ്പോൾ എവിടെയും പ്രത്യേകിച്ച് എവിടെയും പോകാനില്ല, പറയാനില്ല, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. മേ ബി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ ഇത് പറയേണ്ടതെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് പല ആൾക്കാർക്കും ഉണ്ടാവും. ഓക്കെ, എന്താ പറയുക, ഒന്നും ചെയ്യാനില്ലാത്ത അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അപ്പോൾ എന്നെ ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ വ്ളോഗൊന്നും കാണാത്ത, എന്താ ആക്റ്റീവ് അല്ലാത്തതെന്നൊക്കെ. ഗൈസ്, സംഭവം ഇതാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ എന്താ കാര്യമായിട്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഇനി മാർച്ച് തൊട്ട് ഞാൻ കുറച്ച് ആക്റ്റീവായിരിക്കും. കാരണം എനിക്ക് ബൈ PhD അഡ്മിഷൻ ആയിട്ടുണ്ട്. അന്ന് ചെന്നൈയിൽ ബിഗ് ബോസിൽ റീ എൻട്രി ചെയ്യണതിൻ്റെ തലേന്ന് പോയി എഴുതിയ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ അടുക്കാണ് വന്നത്. അപ്പോൾ PhD അഡ്മിഷനായി. അപ്പോൾ ഫുൾ ടൈമാണ് ചെയ്യുന്നത്. ഇനി ഞാൻ മാർച്ച് തൊട്ട് അങ്ങോട്ട് ത്രൂ ഔട്ട് ചെന്നൈയിൽ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ചെന്നൈയിൽ ഉണ്ടാവില്ല, ബട്ട് കുറച്ച് ചെന്നൈ, കുറച്ച് കൊച്ചി, അങ്ങനെയായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അഡ്മിഷനായി ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അന്ന് കുറേ പേര് പ്രാർത്ഥിച്ചു, സപ്പോർട്ട് ചെയ്തു, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. PhDക്ക് ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഉൾപ്രദേശത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഇനി അവിടെ എന്താണ് അവസ്ഥ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും, ഇപ്പം എൻ്റെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കണ്ടിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ഇതിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടൻറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള ആൾക്കാരെ എപ്പോഴും കാണുകയോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ കണ്ടൻറ്റൊന്നും തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ ഇവളെന്താ കാണിക്കണേ എന്നുള്ളത് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒന്നും ചെയ്യാത്തത്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് തോന്നുന്ന മൊമെൻറ്റ്സൊക്കെ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് ഇടാറുമുണ്ട്. ഇപ്പോൾ വീഡിയോ അധികം വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് മെയിൻ റീസൺ. ലൈക്ക് ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണതോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എനിക്കൊന്നും അപ്ഡേഷനൊന്നും തരാൻ പറ്റാത്ത, അല്ലെങ്കിൽ വീഡിയോസ് ഇല്ലാത്തത്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, കാരണം കുറേ പേര് ഇങ്ങനെ പറയണ്ടല്ലോ വീഡിയോ എന്താ വരാത്തേ കാണാത്തേന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർ വിചാരിക്കും ഞാൻ ഭയങ്കര ബിസിയാണ്. പക്ഷെ ആക്ച്വലി ഞാൻ ബിസി ഇല്ല കേട്ടോ. അതുമാത്രമല്ല, അവർക്കും ഓരോ തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ വേണമല്ലോ, എന്നാലേ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇപ്പോൾ എവിടെ പോവാണെങ്കിലും ഒറ്റയ്ക്ക് പോയി എനിക്ക് പറ്റില്ല, ബോറടിക്കും. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം. അപ്പോൾ എല്ലാവരും ബിസിയാണ്, എൻഗേജ്ഡാണ്. ഈവൻ ബിഗ് ബോസിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും എൻഗേജ്ഡാണ്, ബിസി ആയിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോവാണ്. അപ്പോൾ കുറേ ആയില്ല അപ്പോൾ പറഞ്ഞേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് കുറേ പേര് ഇങ്ങനെ ചോദിക്കണോണ്ടിട്ട് വീഡിയോ എടുക്കാണ്. ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവും, ഇടയ്ക്ക് റിലേ പോവും. അങ്ങനെയുള്ളവർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല.
ചിലപ്പോൾ പീരിയഡ്സ് ആവണ മൂഡ്സ് പീരിയഡ്സ് ആവാനുള്ള ടൈമിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരില്ല, അതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ജെന്യൂനായിട്ട് നിൽക്കുന്ന ആൾക്കാരോട്, ഐ മീൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ്. എന്തെങ്കിലും ടോപ്പിക്കുകളായിട്ട് എനിക്ക് ഇന്ന് തരാമോ? ലൈക്ക് മീൻസ് ഞാൻ എന്നെ തന്നെ ഒന്ന് ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണാൻ ആൾക്കാർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ബോറടിക്കാതെ ഇരിക്കുന്ന എന്നെക്കൊണ്ട് ഇപ്പം എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടോപ്പിക്, ഐ മീൻ വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ, വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്താക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കാം. എനിക്കും ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട് ഇങ്ങനെ യൂട്യൂബിൽ കാര്യങ്ങൾ ചെയ്യുക, ഇതാക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ. പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങളുള്ള ഏരിയയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാമോ? അപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഞാനവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് മീൻസ് എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് എന്തെങ്കിലും ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല. എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ നല്ലത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും പുറത്തറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം, എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കാനും അതിനൊക്കെ നിങ്ങളെ സഹായവും ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. പിന്നെന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ പൊന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. ഓക്കെ, അപ്പം അങ്ങനത്തെ അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്കും കുറച്ച് സന്തോഷവും നിങ്ങൾക്കും സന്തോഷവും. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സും. എനിക്കറിയില്ല അതിനൊക്കെ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്. ഒന്നാമത് ഞാൻ ഈ എന്താ പറയുക, ഇൻഫ്ലുവൻസിങ് പരിപാടി ആ ഒരു ഇതിൽ നിന്ന് വന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ക്യാമറയുടെ പരിപാടി, വീഡിയോ എടുക്കുന്ന പരിപാടി, എഡിറ്റിങ്, അതുപോലെ തന്നെ ഈ അൽഗോരിതമൊക്കെ നോക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യലൊന്നും എന്നെ കൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ മാക്സിമം, കാരണം നിങ്ങൾ ഒരുപാട് അതിൻ്റെ അകത്തും ഞാൻ അകത്തുള്ള സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പുറത്തിറങ്ങിയിട്ട് മീൻസ് ശരിക്കും എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ, അകത്തുള്ളപ്പോഴും എന്നെ മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇടയ്ക്ക് കമൻസ് ഒക്കെ കാണാറുണ്ട്. എസ്പെഷ്യലി സ്റ്റീവാണെന്ന് തോന്നുന്നു. സ്റ്റീവ് പറയുന്ന ഓരോ കമൻസും ലൈക്ക് ഞാൻ കൊടുക്കേണ്ട റിപ്ലൈസ് ചിലപ്പോൾ സ്റ്റീവ് അവിടെ കൊടുത്തിട്ടുണ്ടാവും കമൻറ്റിൽ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, നമ്മളെ മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിന് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം അയ്യോ ഈ കുട്ടി ഇങ്ങനെയായിരുന്നോ, പാവമായിരുന്നോ എന്ന് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനിപ്പോൾ എന്താ തംബ്നെയിലിടുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത്. എന്ത് തംബ്നെയിലിടും എന്നെനിക്ക് വലിയ പിടുത്തില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പ്ലീസ് ഡു സപ്പോർട്ട് മീ ഗൈസ്. അതുകൂടാതെ എനിക്കൊരു ട്രാവലിംഗ് പാർട്ട്ണറിനെ വേണം നിങ്ങളുടെ പരിചയത്തിൽ. അതായത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം മാക്സിമം. അറിയാവുന്ന സ്ഥലങ്ങളിൽ പോയി പരിചയമുള്ള ആരെങ്കിലും. ഓക്കെ, അല്ലാതെ കുറേ പേര് ഇപ്പോൾ എനിക്ക് മെസ്സേജ് തരും, ഞാനുണ്ട് റസ്മിൻഡ്ര, ഞാനും വരാം. അപ്പോൾ അവരെയും കൂടി ഞാൻ കൊണ്ടുപോയി, മീൻസ് ഞാൻ ഓൾറെഡി പോയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാതെ നമുക്ക് പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ പോയി പരിചയമുള്ള സ്ഥലങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ നീഡ് എ ട്രാവലിംഗ് പാർട്ട്ണർ. അപ്പോൾ അവരോട് പോവുക, അവർ നമ്മളെ കൊണ്ടുപോവുക, കാര്യങ്ങൾ കാണിക്കുക, വീഡിയോസ് എടുക്കുക. അങ്ങനത്തെ ഒക്കെ ഒരു ട്രാവലിംഗ് പാർട്ട്ണറെ എനിക്ക് വേണം ഗൈസ്.
എവിടെയെങ്കിലുമൊക്കെ ദൂരെ പോകാനാണെങ്കിലോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഏജൻസി വഴി ത്രൂ ഒക്കെ പോകാനാണെങ്കിലും ഒരാൾ ഒരു 25 to 30 years ഗ്യാപ്പിലുള്ള ആരെങ്കിലും ആണാവാം പെണ്ണാവാം ആരാണെങ്കിലും 25 to 30 years ഗ്യാപ്പിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ഒക്കെ കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്ന എനിക്ക് അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യണം. ഓക്കെ, ഇതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഓൾ ഇസ് ഗുഡ്, ഓൾ ഇസ് വെൽ. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ വിചാരിക്കണം മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ തന്നെ വിചാരിച്ച് പുറത്തേക്ക് വരിക. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് നമ്മളിങ്ങനെ ബോറടിച്ച് ഡിപ്രസ്ഡായി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇങ്ങനെ നോക്കി മടുക്കുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം.